മധുരം പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയം ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ്. മലയാളി ഒരിക്കലും മറക്കാത്ത ആർദ്രമായ പ്രണയഗാനങ്ങൾ സമ്മാനിച്ച ഒരു മഹാപ്രതിഭയുടെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടനാഴികളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഇന്നത്തെ പുതിയ അധ്യായത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് മലയാളി എക്കാലവും കണ്ട പ്രണയഗാനങ്ങളുടെ രാജശില്പിയായ ഒരാളുടെ വീട്ടിലാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രണയത്തിലേക്ക് ആദ്യം കടന്നു വന്ന സ്ത്രീ ശ്രീമതി ചന്ദ്രമതി തമ്പുരാട്ടി. നമസ്കാരം. അപ്പോൾ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വ്യക്തിയെ ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല. അതിനെ അമ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. എൻ്റെ 8 വർഷത്തെ ആ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എപ്പോഴും ആ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. പിന്നെ പറയുന്നിടത്താണെങ്കിലും നമ്മളെ സ്നേഹമായിട്ടല്ലാണ്ട് ഒരു വഴക്ക് പോലും എന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പം അങ്ങനെ വളരെ ഇതായിട്ടാണ് ജീവിതം. ഈ സ്വയം എടുത്ത തീരുമാനമാണോ ഈ വഴിമാറിക്കൊടുക്കൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം ഒഴിഞ്ഞു മാറാമെന്ന് തീരുമാനിച്ചത്? അതെ, സ്വയം മാറിക്കൊടുക്കേണ്ടി വന്ന എൻ്റെ സഹോദരിക്കും കുട്ടികൾക്കും അദ്ദേഹത്തിനും യാതൊരു കുഴപ്പവും ഉണ്ടാകരുത് ഞാൻ മുഖാന്തരം. അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തു. ഞാൻ അവൾ നിന്ന് എന്തെങ്കിലും വഴക്ക് പിടിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് വിഷമാകും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ. പിന്നെ അദ്ദേഹത്തിനാണെങ്കിലും ആ മനോവേദന ഉണ്ടായാൽ പിന്നെ ഇതുപോലെ വലിയ ആളാകാൻ പറ്റുമോ? ഇല്ലല്ലോ. മനസ്സിന് ശല്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഒക്കില്ലല്ലോ. അപ്പോൾ വേണ്ട, അപ്പോൾ സുഖമായിട്ട് അവർ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. തീരുമാനം അമ്മ തന്നെയാണോ സ്വന്തമായിട്ട് എടുത്തത്? അത് തീരുമാനം ഞാൻ തന്നെ എടുത്തതാണ്. ഗാനങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന തീവ്രവേദന ആരെക്കുറിച്ചും സ്വയം വഴിമാറിത്തന്ന മരണമില്ലാത്ത പ്രണയത്തിൻ്റെ ദേവിയെക്കുറിച്ചല്ലേ? ശരിക്കും അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴേ വഴിമാറി കൊടുക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സ്വന്തം ഇഷ്ടം മാറിക്കൊടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം ശരിക്കും പറഞ്ഞാൽ മനസ്സ് വിഷമിച്ചായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴത്തേക്കും? മനസ്സ് വേദനിച്ചോന്ന് ചോദിച്ചാൽ എൻ്റെ മനോവേദന ഞാൻ സഹിക്കാം, പക്ഷെ അവരെ വിഷമിപ്പിക്കരുത്. ആകാമിക്കാൻ ഞാൻ സഹിച്ചാൽ മതിയല്ലോ. എനിക്ക് സഹനശക്തി തരണേന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. എന്നാലും അവർക്ക് യാതൊരു തരത്തിലും വിഷമം ഉണ്ടാകരുതെന്ന്, അതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകാൻ പാടില്ല അല്ലേ? അവിടെ കുട്ടികളില്ല. അവിടെ അമ്മയ്ക്ക് ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ആ മകന് വേറെ കുട്ടികളുണ്ടായില്ല, ആ കുടുംബത്തിൽ ആരുമില്ല. അപ്പോൾ പിന്നെ അമ്മയ്ക്കും അതുപോലെ ഈ 32 വയസ്സായി പ്രസവിച്ച കാരണം അതുപോലെ ഒരു സ്നേഹം കാണുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയില്ല. എനിക്ക് അല്ലാതെ ഞാൻ അവരോട് യാതൊരു വിരോധത്തിലും ഒന്നുമല്ല ചെല്ലാതിരുന്നത്. അവരുടെ ജീവിതത്തിൽ സ്വൈരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു മാത്രം. സ്വയം അങ്ങനെ മാറി നിന്നൊരു കാഴ്ചക്കാരെ പോലെ കാണുകയായിരുന്നു അല്ലേ? ജീവിതം മാറി നിന്ന്, അവരുടെ ജീവിതം മാറി നിന്ന് കണ്ടു. അത് തന്നെ
അദ്ദേഹം പിന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ടോ? പിന്നെ അതുണ്ടായിരുന്നു, വരാറുണ്ട്, വരാറൊക്കെ ഉണ്ട്. വന്നാൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വെച്ചൊക്കെ പോകും, ഒക്കെ വരും. കാണില്ല എന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ചെന്ന് അതിലെ വിഷമിപ്പിക്കരുതെന്ന്. എന്നാലും ഇടയ്ക്ക് ഞാനും പോകാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ അവിടെ വന്നാൽ എന്നെ വിളിക്കും. 3-4 ദിവസമൊക്കെ പോയി അവിടെ നിൽക്കാറുണ്ട് ഞാൻ. ഒക്കെ ഉണ്ട്, അങ്ങനെ വിട്ടു നിന്നിട്ടൊന്നുമില്ല. 8.5 വർഷം ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അദ്ദേഹം കവിതയിലായിരുന്നു സജീവം, പിന്നെയാണ് സിനിമാ ഗാനങ്ങളിലേക്ക് വന്നത്. ഇല്ല, തുടക്കത്തിൽ കവിത, പിന്നെ പ്രസംഗം. ഒന്ന് പ്രസംഗമായിരുന്നു കൂടുതലും. NSPയുടെ കൂടെ പോയി പ്രസംഗമായിരുന്നു കൂടുതലും. അന്ന് എഴുതിയ കവിതയൊക്കെ ആദ്യമായിട്ട് വായിച്ച് കേൾപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കവിത വായിച്ച് കേൾപ്പിക്കുക, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് അഭിപ്രായം അങ്ങനെ ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് വായിച്ചൊക്കെ കേൾപ്പിക്കും, കവിതയൊക്കെ. ഒക്കെ ഇഷ്ടമായിരുന്നു. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുകയും ചെയ്യും, അതൊക്കെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും, ഒക്കെ ചെയ്യും. എന്നെ അമ്മയും വായിച്ച് കേൾപ്പിക്കും. ഞങ്ങൾ രണ്ടുപേരും കേൾപ്പിച്ചിട്ടാണ് പിന്നെ കൊടുക്കണത്. തമ്മോട് അതിൻ്റെ ഓരോ വാക്കിന് വല്ലതും മാറ്റണമെന്നും കൂടെ ചോദിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ശരത്തേട്ടൻ പറയണ്ടായി, അമ്മയാണ് എഴുത്തിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരാളെന്ന്. അദ്ദേഹത്തിൻ്റെ കവിതയെ എഴുതുമ്പോൾ നോക്കി നിൽക്കുകയും അതിന് ഒരുപാട് ഭാവനയോടുകൂടി അദ്ദേഹത്തെ ഒരുപാട് അതിനകത്ത് സഹായിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ശരിക്കും എഴുത്തിൽ അമ്മയുടെ ഒരു പിന്തുണ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് കവിതയോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. ഏത് കവിതയോട് വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. പിന്നെ ഒരു കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെ, സർഗസംഗീതം എന്ന് പറയുന്ന കവിത. അതിൽ കവിതയെ ഭാര്യയായി പറയുന്നുണ്ട്. ഓണക്കോടി ഞൊറിഞ്ഞുടുത്തു കമുകിൻ പൊൻപൂങ്കുലച്ചാർത്തുമായി പ്രാണപ്രേയസി കാവ്യകന്യ കവിളത്തൊന്നും അവച്ചിടവേ വീണക്കമ്പികൾ മീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ നാണത്തിൻ്റെ കിളുന്നുകൾക്ക് നിറയെ പാദസരം നൽകുവാൻ. ഇവിടെ പ്രേയസി എന്ന് ഭാര്യയെ കവിളിൽ ഉമ്മ വയ്ക്കുന്ന പ്രേയസി കവിതയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സന്യാസിനി എന്നുള്ള പാട്ടിൽ. ശരിക്കും അത് ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗാനമാണ്. സന്യാസിനി എന്ന് അല്ല മറ്റെന്തൊരു പേര് വിളിക്കുമല്ലോ, ഇതുപോലെ ത്യാഗം ചെയ്ത ഒരാളെ അതിൽ കൂടുതൽ ശ്രേഷ്ഠമായ മറ്റൊരു പേര് വിളിക്കാനില്ല. ശരിക്കും ആ പാട്ട് അമ്മ ഉദ്ദേശിച്ച് തന്നെ എഴുതിയതായിരിക്കുമല്ലേ? എനിക്കും തോന്നി അതൊക്കെ തന്നെ ആയിരിക്കും. അത് പറയാതെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരു സന്യാസ, ശരിക്കും പറഞ്ഞൊരു പ്രേമത്തിന്റെ അല്ലെങ്കിൽ തന്നെ ഒരു സന്യാസ ജീവിച്ചിരിക്കുമ്പോഴും പറഞ്ഞ വർത്തമാനത്തിൽ നിന്നൊക്കെ ഈ പാട്ട് കണ്ടപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് പറയുന്നുണ്ട് വരികളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. ശരിക്കും ഒരു നമ്മൾ നേരിട്ട് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു കാര്യം കവിതയിലൂടെ തന്നെ അറിയിച്ചു എന്നുള്ള ഒരു സത്യം. അല്ല അമ്മ ശരിക്കും ഒരു സന്യാസിനിയാണെന്ന് വേണമെങ്കിൽ പറയാം ആ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു പദം തന്നെ ഉപയോഗിച്ചും തോന്നുന്നുണ്ട്. അത് അത്രയും ഒരു ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാളെ അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് വിളിക്കാമല്ലോ ഒരു പേര്. കൂടെ ജീവിച്ച ഒരാളെ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണത് ശരിക്കും. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നമുക്ക് ഓർമ്മകളുണ്ട്. ഇപ്പോൾ അവരുടെ കുടുംബം, അനിയത്തി, മക്കളെല്ലാവരും നന്നായിട്ട് കഴിയുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നൊരു സ്ഥാനം ഉണ്ടെങ്കിലും ശരിക്കും എന്തെങ്കിലും നഷ്ടബോധം ഉണ്ടോ അതിനെക്കുറിച്ച്? എന്തെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ആളെ വന്ന് കാണുകയും ചെയ്യുമായിരുന്നു, എന്നോട് സംസാരിക്കുകയും ചെയ്യണം. പിന്നെ അതുകൊണ്ട് പിന്നെ അവരുടെ ജീവിതം നന്നായി പോകുന്നുണ്ടല്ലോ എന്നൊരു സമാധാനവും അത്രയേ ഉള്ളായിരുന്നു എനിക്ക്. അല്ലാതെ അതേപ്പറ്റി ചിന്തിച്ച് ഉള്ളിൽ വിഷമിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഉള്ളിൽ വിഷമിച്ചാൽ അതിൻ്റെ ദോഷം അവർക്ക് വരില്ലേ? അപ്പം അത് വരാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ആ ദോഷം വരരുത് എന്നുള്ള ഒരു ചിന്തയിലാണ്. ഒരുപാട് പ്രണയവിരഹ ഗാനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഏറ്റവും മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? എക്കാലം സന്യാസിനി എനിക്കൊരു ഓർമ്മ മറക്കാൻ പറ്റില്ല. ആ പാട്ട് ഒരിക്കലും മറക്കാനൊക്കെ ജീവിതമായിട്ട് അത്ര ഇങ്ങനെ ഇഴചേർന്ന് കിടക്കുകയല്ലേ ആ പാട്ട്. എൻ്റെ കാൽപ്പാടുകൾ കാണാന്നൊക്കെ നമ്മൾ മനസ്സിൽ ആ കാൽപ്പാടുകളൊക്കെ കാണും. ഒരിക്കലും മറക്കില്ല തൻ്റെ പ്രണയത്തിൻ്റെ പ്രിയ സഖിയെ, ത്യാഗത്തിൻ്റെ സന്യാസതുല്യമായ ജീവിതത്തെ. സ്വപ്നങ്ങൾ അടക്കം ചെയ്ത ആ മനസ്സാകുന്ന ക്ഷേത്രത്തിന് മുൻപിൽ
കണ്ണീരിൽ ചാലിച്ചെഴുതിയ കവിത. ഇതല്ലാതെ മറ്റെന്ത് നൽകാൻ? അക്ഷരങ്ങൾ കൊണ്ട് ഒരു അശ്രുപൂജ. അമ്മ എപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്? ആദ്യത്തെ കാഴ്ച, പിന്നെ അത് എപ്പോഴായിരുന്നു വിവാഹം? ആദ്യം കണ്ടത് ഞാൻ ഇതുപോലെ സ്കൂളിൽ നിന്ന് വന്ന് വരുമ്പോൾ ചിറ്റമ്മ പറഞ്ഞു നമുക്കൊന്ന് മഠത്തിൽ അമ്മാവിൻ്റെ ഇവിടെ വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പം എന്താ ഈ സമയത്ത് മഠത്തിൽ പോകണമെന്ന് വെച്ചാൽ ഏതായാലും പോയി. അതുപോലെ തന്നെ പോയി. അവിടെ ചെന്നപ്പം അടുക്കളയിൽ അമ്മായി മാങ്ങ ഊളിക്കൊണ്ടിരിക്കുക. അപ്പം ആൾക്ക് നിൽപ്പുണ്ട്, അദ്ദേഹം അടുക്ക നിൽപ്പുണ്ട്. അപ്പം മാങ്ങാപ്പൂൾ വേണോ, നീ കഴിച്ചോന്ന് പറഞ്ഞു. ഞാൻ ഒരു നോട്ടം നോക്കി. ഞാൻ പറഞ്ഞു എനിക്ക് മാങ്ങാപ്പൂളൊന്നും വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് അങ്ങ് മൂടിപ്പോയി. പിന്നെ അങ്ങനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ വിവാഹം എപ്പോഴായിരുന്നു? വിവാഹം അത് കഴിഞ്ഞ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ്. തുലാമാസം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പരീക്ഷ. ആദ്യത്തെ പരീക്ഷ എഴുതി, രണ്ടാമത്തെ എഴുതാൻ പറ്റില്ല. അമ്മ പറഞ്ഞപ്പം അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാം ബാക്കി എന്നൊക്കെ പറഞ്ഞു. പിന്നെ പഠിക്കാൻ പറ്റും. പിന്നെ പഠിച്ചേ ഇല്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ജീവിതത്തിന്റെ തുടക്കം. അങ്ങനെയാണ് വിവാഹം നടന്നത്, ആദ്യം കാണുന്നത്. അന്ന് ആളൊരു പയ്യനായിരുന്നേ, വെറും പയ്യൻ എന്ന് വെച്ചാൽ 22 വയസ്സുള്ള ഒരു, അത്രയ്ക്ക് ശരീരമൊന്നും ഇല്ലായിരുന്നു. അന്നേരം എനിക്കായിരുന്നു ശരീരം കൂടുതൽ. മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അമ്മ കാണാൻ വരാറുണ്ടായിരുന്നു പറഞ്ഞിരുന്നല്ലോ നമുക്ക്. അപ്പൊ ശരിക്കും അങ്ങനെ ഇപ്പോൾ അദ്ദേഹം വന്നില്ല എന്നെങ്കിൽ കൂടി അമ്മയ്ക്ക് എന്തായിരുന്നു വിഷമം തോന്നിയിട്ടുണ്ടോ ശരിക്കും മനസ്സിൽ? അല്ലെങ്കിൽ അദ്ദേഹം വരാതിരിക്കുമ്പോഴും അങ്ങനെ തിരക്കുകളായിരുന്നല്ലോ എപ്പോഴും. അപ്പൊ അങ്ങനെ ശരിക്കും വിഷമം മനസ്സിലുണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, അത് അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ടല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന് പറയും. ഇടയ്ക്ക് വരാറുണ്ടല്ലോ, പിന്നെ അതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറയും. അതായത് പോകുമ്പോഴങ്ങനെ ഞാൻ വിഷമിക്കുകയാണെങ്കിൽ അപ്പോൾ പോവില്ല, അവിടെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞേ പോവുള്ളൂ. അതിനൊരു മനസ്സറിയാനുള്ള ഒരു കഴിവുണ്ട് തീർച്ചയായിട്ടും. ഈ പാട്ടുകളെ പറ്റിയൊക്കെ അഭിപ്രായം പറയാമായിരുന്നു? അല്ലെങ്കിൽ അമ്മ ഈ അദ്ദേഹം വിവാഹത്തിന് പിന്നെ അമ്മയിൽ നിന്നും മാറിയതിനു ശേഷമാണല്ലോ സിനിമാ ഗാനങ്ങളിൽ സജീവമായിട്ട് വരുന്നത്. അപ്പൊ അന്ന് ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ എഴുതിയത് കാണിക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും പാട്ടുകൾ എഴുതി കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിങ്ങനെ പാട്ട് അങ്ങനെയൊക്കെ അറിയണേ ഉള്ളൂ, അല്ലാണ്ട് കൊണ്ടുവരുമൊന്നുമില്ല. ഇല്ല, അവിടെ പോകുമ്പോഴും കണ്ടിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ മദ്രാസിൽ പാട്ട് എഴുതാൻ പോകുമ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ എഴുത്തൊക്കെ അയക്കാറുണ്ടായിരുന്നു. അതൊക്കെ അയക്കും. അന്ന് പിന്നെ എഴുത്തൊക്കെയാണല്ലോ, ഫോണൊന്നും അല്ല. അതൊക്കെ അയക്കാറുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ ഇതുപോലെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുകയായിരുന്നു. അപ്പം അവിടെ ഇടയ്ക്ക് ഞാൻ കാണാൻ പോകും, അമ്മയെ കാണാൻ. അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, അത് കേട്ടോ വേണമെങ്കിലെന്നും പറഞ്ഞ് ഈ തേടി വരും കണ്ണുകളിൽ എന്നുള്ള പാട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ പാട്ട് എഴുതുക. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് മദ്രാസിലേക്ക് പോകാണ്ട് അവിടെ ഇരുന്ന് പാട്ട് എഴുതി ഫോണിൽ കൂടെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എഴുതുമായിരുന്നു. അപ്പം ഇത് പാടി കേൾപ്പിച്ചു എന്നെ. നല്ല പാട്ടാണ്, എനിക്കിഷ്ടം. എനിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമാണ്. തേടി വരും കണ്ണുകളിൽ. അദ്ദേഹത്തിന്റെ വിയോഗം, ആ നഷ്ടം, അത് ആ അവസ്ഥ അമ്മ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് ആ സമയത്ത്? ശരിക്കും അന്ന് ഉൾക്കൊണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യായിരുന്നു. പിന്നെ സഹിക്കാണ്ട് പറ്റൂലല്ലോ നമുക്ക്, അതുകൊണ്ട് സഹിച്ചു പോയി, ഇത്രയേ ഉള്ളൂ. രണ്ട് ഓർക്കാൻ വയ്യത്. ഈ വളരെ പ്രഗത്ഭരായ വ്യക്തികൾക്ക് അവരിങ്ങനെ വളരെ തിളങ്ങി നിൽക്കുമ്പോൾ അവരുടെ ചരിത്രത്തിൽ അവരുടെ പിറകെ നിഴലായി നിന്നവരെ ഒന്നും ആരും ഓർക്കാറില്ല. അവർക്ക് വേണ്ടി അവരുടെ പ്രകാശം ചൊരിഞ്ഞു നിന്നവരെ ഒന്നും ജീവിതത്തിൽ ആരും ഓർത്തിട്ടില്ല. അപ്പം ഇവിടെ അമ്മയുടെ കാര്യം അതിന് 100% ശരിയാണ്. കാര്യം സ്വന്തം ജീവൻ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഒരു മാതൃകയായി ജീവിച്ചൊരു മാതൃകയായി കാണിച്ചു കൊടുത്ത ഒരാളാണ്. അപ്പം ഇത്രയും ഒരു കാലത്തിന് ശേഷം ഞാൻ ചോദിക്കണം, തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ എന്താണ് തോന്നുന്നത്? സ്വയമായിട്ട് എങ്ങനെയാണ് അതിനെ ഒന്ന് വിലയിരുത്തുന്നത്? സ്വന്തമായി അതിലൊരു നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ഇത്, മനസ്സിനൊരു സമാധാനം. അല്ലാതെ ഞാൻ മുഖാന്തരം എല്ലാവരും വിഷമിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു വിഷമമാണ്. അപ്പം വിഷമിക്കാതിരിക്കണം എനിക്ക് വളരെ സമാധാനമാണ്. പകരം വയ്ക്കാനില്ലാത്ത പ്രണയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസം. ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകുമോ? പ്രണയം സത്യമാണെങ്കിൽ
പ്രണയം ഒരിക്കലും മരിക്കാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തതാണെങ്കിൽ, അതിനുള്ള ഏറ്റവും വലിയൊരു മാതൃകയാണ് ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു തെളിവാണ് ശ്രീമതി ചന്ദ്രമതി തമ്പുരാട്ടി. കാരണം അമ്മയെപ്പോലെ മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ പറയാം. പ്രണയം ത്യാഗമാണ്, അതിന് മറ്റൊരു ഭാവമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവം തന്നെയാണ് ശ്രീമതി ചന്ദ്രമതി തമ്പുരാട്ടി. അങ്ങനെ ആ ഒരു പ്രണയമാവുന്ന ഒരു ഹിമാലയ പർവ്വതത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും വെറും തൃണസമാനരാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് പ്രണയിച്ചവരും ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി പ്രണയിക്കാൻ പോകുന്നവരെല്ലാവരും തന്നെ ഈ ഒരു ഔന്നത്യത്തിന് മുമ്പിൽ നിസ്സാര തന്നെയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു സാക്ഷാത്കാരം ആ ഔന്നത്യത്തിന് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ കവിതകളുടെ രാജശില്പിയുടെ പ്രണയത്തിൻ്റെ രണ്ടാം ഘട്ടമായ ജീവിതത്തിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും കടന്നു വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.